ആണവ പദ്ധതി അവസാനിപ്പിക്കില്ലെന്നും അത് തങ്ങളുടെ മൗലികമായിരിക്കുന്ന അവകാശമാണെന്നും ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഞ്ചി വീണ്ടും പ്രസ്താവിച്ചു. സമാധാന ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ആണവായുധം നിർമ്മിക്കുക അല്ലെങ്കിൽ യുറേനിയം സമ്പുഷ്ടീകരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നിർമ്മിതി നൽകുക എന്നുള്ളത് തങ്ങൾ കാലോചിതമായി ചെയ്യുന്നതാണ്. അത് വീണ്ടും ആവർത്തിക്കുമെന്നും അത് അനിവാര്യമായിരിക്കുന്ന ഒരു കാര്യമാണ് എന്ന് ലോകം മനസ്സിലാക്കണം എന്നുള്ള തരത്തിലുള്ള മറുപടിയാണ് ഇനിയും ഒരു സമാധാനമായിരിക്കുന്ന ചർച്ചയ്ക്ക് തയ്യാറാകുമോ എന്നുള്ള മീഡിയക്കാരുടെ ചോദ്യത്തിന് വിദേശകാര്യമന്ത്രി പറഞ്ഞിരിക്കുന്ന മറുപടി. സമാധാന ആവശ്യവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചർച്ചയ്ക്ക്, അത് ആണവായുധ സമാധാനവുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് തങ്ങൾ എല്ലാ കാലത്തും തയ്യാറാണ്, ഒരു കാലത്തും തയ്യാറല്ല എന്ന് പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം 5 പ്രാവശ്യമാണ് അമേരിക്കയുമായി ഒമാന്റെ മധ്യസ്ഥതയിൽ ചർച്ച നടത്തിയത്. 6ാം തവണ ചർച്ച നടത്തുന്നതോടനുബന്ധിച്ച് ചതിപ്രയോഗമാണ് അമേരിക്കയും ഇസ്രായേലും തങ്ങളോട് ചെയ്തത്. അങ്ങനെ ചർച്ച നടത്തുന്നതിന് 2 ദിവസം മുമ്പ് തങ്ങളെ കീഴ്പ്പെടുത്താമെന്നും നശിപ്പിക്കാമെന്നും ഇസ്ഫഹാൻ അടക്കമുള്ള തങ്ങളുടെ ആണവ റിയാക്ടറുകളെ ഇല്ലാതാക്കിക്കൊണ്ട് ലോകത്തിന്റെ ഇറാന്റെ മേൽ ആധിപത്യം ഉണ്ടാക്കാമെന്നും അഹങ്കരിച്ചവർക്കുള്ള മറുപടിയാണ് 12 ദിവസം ഞങ്ങൾ നൽകിയത്. വളരെ നിസ്സാരമായ രീതിയിൽ തങ്ങളെ കീഴ്പ്പെടുത്താമെന്ന് മനസ്സിലാക്കിയ അമേരിക്കക്കും ഇസ്രായേലിനും ചരിത്രത്തിലെ ഏറ്റവും നാണം കെട്ട മറുപടിയും പരാജയവും അവരനുഭവിച്ചത് തങ്ങൾക്ക് നേരെ അതിക്രമം നടത്തിയതിനുള്ള പ്രതിഫലമായിട്ടാണ് അല്ലെങ്കിൽ പ്രതികരണമായിട്ടാണ് എന്നുകൂടി അദ്ദേഹം പറയുന്നു. ഇപ്പോൾ ഈ 12 ദിവസത്തെ യുദ്ധത്തിന് ശേഷം വീണ്ടും ഇറാനുമായിട്ട് ആണവ സമാധാന ചർച്ച ആവാം അല്ലെങ്കിൽ നടത്തണം എന്നുള്ള അമേരിക്കയുടെ നിർദ്ദേശം അല്ലെങ്കിൽ അഭിപ്രായം, ആ അഭിപ്രായത്തോട് പ്രതികരിക്കുകയായിരുന്നു. 3ാം കക്ഷി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുമായിട്ട് ചർച്ച നടത്താൻ ഞങ്ങൾ തയ്യാറാണ്. ഒമാന്റെ മധ്യസ്ഥയിലാണ് ഇതുവരെ ചർച്ച നടത്തിയത്. ഇനിയും അങ്ങനെ ആവട്ടെ. 5 പ്രാവശ്യം നടത്തി, 3 പ്രാവശ്യം ഇറാനിലും 2 പ്രാവശ്യം ഒരു ഇറ്റലിയിൽ വെച്ചും ചർച്ച നടത്തി. ഏറെക്കുറെ സമാധാനമായ രീതിയിൽ അത് അവസാനിക്കുന്നതിൻ്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പുള്ള അക്രമത്തിൻ്റെ പ്രതിഫലനങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ എന്നാണ് അദ്ദേഹം മീഡിയക്കാരോട് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പത്തിൽ ഇറാനെ പരാജയപ്പെടുത്താൻ വേണ്ടി സാധിക്കുകയില്ല എന്നുള്ള കാര്യം അത് ബോധ്യപ്പെട്ടിരിക്കുകയാണ് ഇസ്രായേലിനും അമേരിക്കക്കും ലോകരാജ്യങ്ങൾക്കും. തങ്ങൾ എല്ലാ കാലത്തും രാജ്യത്തിന്റെ അല്ലെങ്കിൽ ലോകത്തിന്റെ നീതിയെ മാനിച്ചവരാണ്, അത് മാനിക്കാറുമുണ്ട്. പതിറ്റാണ്ടുകളോളം സാമ്പത്തിക ഉപരോധം നടത്തി ഞങ്ങളെ ക്ഷീണിപ്പിക്കാമെന്ന് അമേരിക്ക കണക്കുകൂട്ടി. ആ സമയത്താണ് ഞങ്ങൾ ഏറ്റവും വലിയ ശക്തിയായി തിരിച്ചു വരാൻ വേണ്ടി സാധിച്ചത്. പ്രതിരോധ രംഗത്തും ആയുധ രംഗത്തും സൈനിക രംഗത്തും സാമ്പത്തിക രംഗത്തും വലിയ കുതിപ്പുണ്ടാക്കാൻ വേണ്ടി ഈ കാലഘട്ടത്തിൽ തങ്ങൾക്ക് സാധിച്ചു എന്ന് മാത്രമല്ല, ലോക രാജ്യങ്ങളിലെ സൈനിക ബലത്തോട് കിടപിടിക്കാൻ മാത്രമുള്ള ശക്തി ശേഖരിക്കാൻ വേണ്ടി ഈ പ്രതിരോധ കാലഘട്ടത്തിലാണ് ഞങ്ങൾക്ക് സാധിച്ചത്. ഞങ്ങൾ ഇനിയും അങ്ങനെ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യും. ഇതൊക്കെയാണ് അദ്ദേഹം ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചിരിക്കുന്നത്. എന്നാൽ ഈ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ കൈവശത്തിൽ ആയുധം ഉണ്ടാവുക എന്നുള്ളത് വലിയ ക്ഷീണം ചെയ്യുന്ന കാര്യമാണ്. അവർക്ക് വലിയ പ്രയാസമുണ്ട്. കാര്യം ഇറാൻ എന്ന് പറയുന്ന രാജ്യം പകലെന്നോ രാത്രിയെന്നോ സമയോചിതമായിരിക്കുന്ന സാഹചര്യങ്ങളോ കാലങ്ങളോ നോക്കാത്ത രീതിയിൽ യുദ്ധം ചെയ്യാൻ തയ്യാറായിരിക്കുന്ന പോർമുഖങ്ങളുള്ള രാജ്യമാണ് എന്നാണ് ഭയപ്പെടുന്നത്. മറ്റുള്ള ഒരു രാജ്യം പോലെയല്ല. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റും അല്ലെങ്കിൽ മുസ്ലിം ലോക രാജ്യങ്ങളിലും അമേരിക്കയോട് നേർക്കുനേരെ മുഖാമുഖം നിന്ന് പോരടിക്കുന്ന ഒരേ ഒരു രാജ്യത്തിന്റെ പേര് ഇറാൻ മാത്രമാണ്. ഇറാൻ ഏതെങ്കിലും തരത്തിൽ സൈനികപരമായ രീതിയിലെ ക്ഷയമോ പരാജയമോ ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സർവാധിപത്യം അമേരിക്കയിലേക്ക് കയറി വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മിഡിൽ ഈസ്റ്റിലെ സുരക്ഷിതത്വം പോലും യഥാർത്ഥത്തിൽ ഇറാന്റെ സൈനിക ബലത്തെ ആശ്രയിച്ചാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അവർക്ക് പിടികൂടണമെങ്കിൽ അല്ലെങ്കിൽ പരാജയപ്പെടുത്തണമെങ്കിൽ വളരെ എളുപ്പത്തിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സാധിക്കുന്നതാണ്. സാധിക്കാതെ പോകുന്നത് ഇറാൻ ശക്തമായ രീതിയിൽ അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നതിനാലാണ്. 2 വർഷത്തോളം ആവാറായി യഥാർത്ഥത്തിൽ പാലസ്തീൻ ഇസ്രായേൽ തമ്മിലുള്ള യുദ്ധത്തിൽ. സൈനിക ബലവും ശക്തി നോക്കുന്ന സമയത്ത് ഇസ്രായേലും പോരാടുന്ന ഹമാസും തമ്മിൽ എത്ര മാറ്റങ്ങളുണ്ട്. എന്നിട്ടും ഇസ്രായേൽ എന്നുകൊണ്ട് പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് പലസ്തീനെ പരാജയപ്പെടുത്താൻ വേണ്ടി സാധിക്കുന്നില്ല എന്ന ചോദ്യത്തിന് അതിന് പിന്നാമ്പുറം പ്രവർത്തിക്കുന്ന ഇറാന്റെ ബലവും ശക്തിയും ധൈര്യവും അവർക്ക് നൽകിയിരിക്കുന്ന വിശ്വാസത്തിന്റെ കരുത്തുമാണ് എന്ന് ഇസ്രായേൽ തന്നെ സമ്മതിച്ചു. യുദ്ധം മണ്ടത്തരമായി പോയി, അത് അനാവശ്യമായിരിക്കുന്ന ഒരു രീതിയാണ് ഇവിടെ ഉണ്ടായത് എന്ന് മാത്രമല്ല, ഈ ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിനും മറ്റു മുസ്ലിം രാജ്യങ്ങൾക്കും, അത് ഈ യമന്റെ പേര് പറയുന്നുണ്ട്, അതേപോലെ തന്നെ ലെബനാന്റെ പേര് പറയുന്നുണ്ട്, പിന്നെ ഒടുവിൽ മുത്തപ്പന്മാരായിരിക്കുന്ന ഇറാനും എന്നാണ് അതിൽ പരാമർശിക്കുന്നത്. ഇവർക്കെല്ലാം ഇത്രയും വലിയ ശക്തിയും ബലവും ഉണ്ട് എന്ന് ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കാനാണ് യഥാർത്ഥത്തിൽ ഈ ഫലസ്തീൻ്റെ യുദ്ധം ഉപകരിച്ചത്. തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇത്ര മാത്രമേ ബലവും ശക്തിയും ഉള്ളൂ, ഞങ്ങളെ പരാജയപ്പെടുത്താൻ ഏത് ശക്തിക്കും സാധിക്കും എന്ന തരത്തിലുള്ള
ഒരു തിരിച്ചറിവ് ലോകത്തിന് ഉണ്ടാക്കി കൊടുത്തതും യഥാർത്ഥത്തിൽ പലസ്തീൻ ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പരാജയം അവർ തന്നെ സംഭവിച്ചിട്ടുണ്ട്. മുന്നേറുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അതിങ്ങനെ നീണ്ടു പോവുക എന്നല്ലാതെ പരാജയപ്പെടുത്താൻ വേണ്ടി സാധിക്കില്ല. എത്ര കരാർ വ്യവസ്ഥകളും എത്ര സംവിധാനങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടും എവിടെയും എത്താത്ത രീതിയിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് യുദ്ധം. ഒരു വലിയ രീതിയിലുള്ള സൈനിക നഷ്ടങ്ങൾ അവർക്ക് ഉണ്ടായിട്ടുണ്ട്, അവർ പറയുന്നില്ല എന്ന് മാത്രം. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ആണവ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യം ഇറാന്റെ നിലപാടാണ്. അപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം ആണവായുധ സമ്പുഷ്ടീകരണം ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട്. എന്നാൽ ഇറാൻ ഇപ്പോഴും പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾ സമാധാനപരമായിട്ടുള്ള ചർച്ചയ്ക്ക് ഇനിയും തയ്യാറാണ് എന്നുള്ളത്. അതോടൊപ്പം തന്നെ 5 ആണവായുധ ചർച്ചയോടനുബന്ധിച്ചും അവർ പറഞ്ഞ അവസാനത്തെ വാക്ക് വളരെ ഗൗരവമുള്ളതാണ്. പറഞ്ഞ കാര്യം ഞങ്ങളുടെ കൈവശത്തിൽ മാത്രമല്ല ഇസ്രായേലിന്റെ കൈവശത്തിലുമുണ്ട്. അത് പരിശോധിക്കാൻ വേണ്ടി എന്തുകൊണ്ട് അവർ സമ്മതിക്കുന്നില്ല? അതിലിടപെടാനും വേണ്ടി എന്താണ് അമേരിക്കക്ക് ഇത്ര വിമ്മിട്ടമുള്ളത്? അവരതിൽ ഇടപെടണം. എന്നിട്ട് എന്ത് ചെയ്യണം? ആ പ്രവൃത്തി നടത്തണം. ഈ വിഷയത്തിൽ ഊന്നിയിരിക്കുന്ന ചർച്ചയോട് കൂടിയിട്ടാണ് യഥാർത്ഥത്തിൽ പല ഘട്ടങ്ങളിൽ ചർച്ച അലസിപ്പിരിഞ്ഞ പോലെ പിരിയാറുള്ളത്. ഒരു കാര്യം കൃത്യമായ രീതിയിൽ നിലപാടായിട്ട് പറയാൻ പറ്റാത്തൊരു സാഹചര്യങ്ങൾ അവർക്ക് ഉണ്ടാകുന്നത് അവസാനം ഇസ്രായേലിൻ്റെ വിഷയം എടുത്തിടും. ഇസ്രായേലിൻ്റെ വിഷയം എടുത്തതിനോടനുബന്ധിച്ചാണ് പ്രയാസം ഉണ്ടാകുന്നത് എന്ന് ചുരുക്കം. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം ആണവ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഇറാൻ വളരെ കൃത്യമായ നിലപാട് പറഞ്ഞിരിക്കുന്നു. ആണവ പദ്ധതിയിൽ ഞങ്ങൾ പിന്മാറുകയില്ല. എന്നാൽ സമാധാനമായിരിക്കുന്ന ചർച്ചയ്ക്ക് ന്യായമായ രീതിയിലാണ് ഞങ്ങൾ തയ്യാറുമാണ്. ആ കാര്യത്തിൽ ഊന്നിരിക്കുന്ന ചർച്ചയ്ക്ക് ആയിട്ട് വന്നാലും, ഇപ്പോൾ ഒമാനാണ് അതിൻ്റെ മുന്നണി പോരാളിയായിട്ടുള്ളത്, അവരുമായിട്ട് ചർച്ച ആവാം, വിഷയമൊന്നുമില്ല. പക്ഷേ ഇസ്രായേലിൻ്റെ കാര്യം ഞങ്ങൾ ആ ചർച്ചയ്ക്കിടെ സൂചിപ്പിക്കും, സൂചന നൽകും, പരാമർശിക്കും. ആ പരാമർശിക്കുന്നതിനനുബന്ധിച്ച് കൃത്യമായിരിക്കുന്ന മറുപടി നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്നുള്ളൊരു സൂചന കൂടി ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്.